ദ വേ ഷീ ഈസ് ടീച്ചിങ് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പാസ്സാകും, ഡെഫിനറ്റ് ആയിട്ടും പാസ്സാകും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. എൻ്റെ പേര് ഷിജോ. ഞാൻ US ഫ്ലോറിഡയിലാണുള്ളത്. ആദ്യമായിട്ട് ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവം ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. പിന്നെ എനിക്ക് അകമഴിഞ്ഞ് നന്ദി പറയാനുള്ളത് ജിൻസി മാമിനോടാണ്. ഷീ ഈസ് സച്ച് എ വണ്ടർഫുൾ ഡെഡിക്കേറ്റഡ് ടീച്ചർ. ഐ നെവർ സോ എ ടീച്ചർ ലൈക്ക് ദാറ്റ്. ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്, അത്രമാത്രം ജിൻസി മാമിന്റെ വേ ഓഫ് ടീച്ചിങ്, നിങ്ങൾ എല്ലാവരും പാസ്സാവും, ഡെഫിനറ്റ് ആയിട്ടും പാസ്സാവും. ഞാൻ 2002 പാസ് ഔട്ട് ആയ ഒരാളാണ്. എനിക്ക് പാസ്സാവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഇൻ ജിൻസി മാം. ഡെയിലി ചെയ്യുന്ന ജിൻസി മാമിന്റെ നോട്ട്സുകൾ ഡെയിലി ഒരു 1.5 to 2 hour നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ബൈ ഹാർട്ട് ചെയ്യണ്ട, നോക്കിയാൽ മതി, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പാസ്സാവും. ഞാൻ നാട്ടില് ഇതിനു മുമ്പ് എക്സാം എടുത്തതാണ്. ഞാൻ നാട്ടിലൊരു ഏജൻസിയിൽ പഠിച്ചതുമാണ്. എനിക്ക് 5 ബുക്സ് ഉണ്ടായിരുന്നു, 5 ബുക്സ്. ആ നോട്ട് കാണുമ്പോൾ നമുക്ക് ആ നോട്ട് നോക്കാനേ തോന്നത്തില്ല. അപ്പൊ പറയാണ് ജിൻസി മാമിന്റെ എന്റെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ബുക്കിൽ ആ നോട്ട്സ് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ജിൻസി മാം ഓരോ സമയത്തും നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പല പല എക്സാമ്പിൾസ് തരും, അല്ലെങ്കിൽ കഥ പറയും. ആ കഥകളൊക്കെ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് ഓർത്തിരിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ മാം നമ്മുടെ പുറകെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എക്സാം എടുക്കാൻ വേണ്ടി നീണ്ടു പോകരുത്. ഉടനെ തന്നെ എക്സാം എടുക്കണം. നമുക്ക് അത് എല്ലാം നമ്മളെ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇത്രമാത്രം എൻകറേജ് ചെയ്യുന്ന ഒരു മാം. നിങ്ങൾ എല്ലാവരും പാസ്സാവും. ഞാൻ പാസ്സായെങ്കിൽ നിങ്ങൾ പാസ്സാകും, ഡെഫിനറ്റ് ആയിട്ടും പാസ്സാവും. താങ്ക് യു ജിൻസി മാം, താങ്ക് യു ഫോർ എവറിത്തിങ്.
ഞാൻ എന്റെ RN വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപെക്സ് RN പ്രെപ്പ് എന്നാണ്. ആരുടെ ഒന്നും ഇങ്ങനെ കേട്ടു ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം തപ്പി നോക്കിയപ്പോ ഒരു ചേച്ചി കരഞ്ഞ് സാക്ഷ്യം പറഞ്ഞു എന്റെ ടീച്ചറുകാരോട് ഞാൻ പാസ്സായി. പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു, ഒരു കരയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ അവിടെ ബട്ടൺ നിൽക്കലും മാം എന്നെ കോണ്ടാക്ട് ചെയ്യലും ഒക്കെ പെട്ടെന്നായിരുന്നു. ഒന്നും പേടിക്കണ്ട, സാൻ മേരിക്ക് പഠിക്കാൻ ധൈര്യമുണ്ടോ, ഞാൻ സാൻ മേരിനെ പാസ്സാക്കി തരുന്നു പറഞ്ഞു. ഹായ്, എന്റെ പേര് സാൻ മരിയ. ഞാൻ ഓസ്ട്രേലിയയില് മെൽബൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ എന്റെ RN വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപെക്സ് RN പ്രെപ്പ് എന്നാണ്. ഒന്നും അറിയാത്ത എന്നെ, അതായത് ഒന്നും എൻക്ലക്സിന്റെ ഫുൾ ഫോം അറിയില്ലായിരുന്നു എനിക്ക്. ഒരു എക്സാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. കേറി മാം പറഞ്ഞ പിൻ ടു പിൻ കാര്യങ്ങള് ഞാൻ എല്ലാം ചെയ്തിരുന്നു. ഇത് ചെറിയ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറയണ, ഇപ്പൊ അറിയാത്ത ഫ്രഷേഴ്സിന്, ബിക്കോസ് ഞാനൊരു ഫ്രഷർ ആയിരുന്നു, ഇതിപ്പോ കുറെ പ്രാവശ്യം എഴുതണവർക്ക് ഞാൻ പറയണ, നിങ്ങൾ മുന്നേ ചെയ്തതൊക്കെ മറന്നു, മാം ഇനി എന്ത് പറയണോ അതിലൂടെ പോയാൽ മതി. ഞാന് മാം പറയണ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു. 100% ഞാൻ എഫേർട്ട് ഇട്ടായിരുന്നു. ഹോസ്റ്റലിൽ വരാനായിട്ട് PT IELTS OET ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അവര് പഠിച്ചത് നമ്മളെ പുറകിലേ പിന്നെ വരില്ല, മാമാണെങ്കിൽ എന്നെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിൽ. അത് നമ്മുടെ ഒരു വലിയ അനുഗ്രഹം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണ്, നിങ്ങൾ മാമിന്റെ അടുത്ത് എത്തിയെങ്കിൽ അത് നിങ്ങളുടെ ഒരു വലിയ ദൈവകൃപയാണെന്ന്. എന്റെ ആകെ 3 നോട്ട് ബുക്ക് ഉള്ളൂ കേട്ടോ, മാം പഠിപ്പിച്ചത്. 3 ഒരു 200 പേജസിന്റെ 100 പേജസിന്റെ 3 നോട്ട് ബുക്ക് ഉണ്ട്. അതില് പിൻ ടു പിൻ കാര്യങ്ങള് നമ്മൾ പഠിക്കണം. പഠിക്കാണ്ട് പറ്റില്ല, എളുപ്പമൊന്നുമല്ല. ഈ പരീക്ഷ നല്ല പാടാണ്, ഞാൻ എഴുതിയോണ്ട് പറയാണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുന്ന വിചാരിച്ച ആളെയല്ല. ഞാൻ 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷെ റെഗുലർ ആയിട്ട് പഠിച്ചിരുന്നു. മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഇടയതോടെ, എനിക്കറിയാം ഈ ബാച്ചിനോട് മാം പറയും, നിങ്ങൾ RN എഴുതി ഒട്ടിച്ചു വെച്ചോളാം പറയും. മാം പറഞ്ഞത് ചെയ്തോ നിങ്ങൾ ജയിച്ചിരിക്കും.